Hi all, welcome to my channel. ഇന്ന് നമുക്ക് ഒരു പനീർ റോള് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരുപാട് ഫ്ലേവേഴ്സ് ഒക്കെ ചേർന്ന് നല്ല രുചിയുള്ളൊരു റോളാണ്. ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. പനീർ എടുത്തിട്ടുണ്ട്. അതുപോലെ പൊടികളിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒരിച്ചിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കസൂരി മേത്തി, ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ ചില്ലി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചത്, ഉപ്പ്, ക്യാപ്സിക്കം പല കളർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാബേജും ക്യാരറ്റും പിന്നെ തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു 3 to 4 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചില്ലി പൗഡർ 1 ടീസ്പൂണ്, ടർമറിക് പൗഡർ 1/4 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, പിന്നെ നമ്മുടെ കസൂരി മേത്തി 1 ടീസ്പൂണ്, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി 1/4 ടീസ്പൂണ്. ഇതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗ്രീൻ ചില്ലിയും കൂടെ ചതച്ചത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ പനീർ ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റോളം വയ്ക്കും. ഒരു 10-15 മിനിറ്റ് ഇത് മാരിനേറ്റ് ചെയ്ത ശേഷം ഒരു പാനിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കും. അതിനെ ഒന്ന് ലൈറ്റ്ലി റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് പനീർ സെപ്പറേറ്റ്, വെജിറ്റബിൾ സെപ്പറേറ്റ് ചെയ്യാം. ഞാനിതെല്ലാം കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. ആ പനീറിന് മുകളിലോട്ട് ഞാൻ ഒരു 2 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, ക്യാബേജ്, ക്യാപ്സിക്കം എല്ലാ കളറും എടുത്തിട്ടുണ്ട്. അതിൽ ഒണിയനും 1/2 തക്കാളിയും ഇട്ട് ഞാൻ ഹൈ ഫ്ലെയിമിലൊരു 2 to 3 മിനിറ്റ്സോളം അത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് സോസുകൾ ഒഴിച്ചു കൊടുക്കണം. അതിൽ റെഡ് ചില്ലി സോസ് 2 ടീസ്പൂണും, കെച്ചപ്പ് 1 ടീസ്പൂണ്, ഗ്രീൻ ചില്ലി സോസ് 2 ടീസ്പൂണ്, ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയോ ടോട്ടില്ലായോ അങ്ങനെ ഒരു റോൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ 1 കപ്പ് വീറ്റ് ഫ്ലോറും 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും കൂടെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗീയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വെള്ളമോ പാലോ ഉപയോഗിക്കാം. ഞാൻ പാലാണ് ഉപയോഗിച്ചേക്കുന്നത്, അത് കുഴച്ചെടുക്കാനായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു 10 മിനിറ്റ് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാൻ അന്നേരം ആദ്യം ലെയറുള്ള ഒരു ചപ്പാത്തി കാണിക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത ശേഷം അതിൽ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് മാവ് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇത് ഈ കാണിക്കുന്ന പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കണം. എന്നിട്ട് അത് വീണ്ടും ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ലെയർ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. 2 സൈഡിലും തിരിച്ചു മറിച്ചു വിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ച് ഗീ ഉപയോഗിച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഗീ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണോളം മയോനൈസും ഒരു 2 ടീസ്പൂൺ കെച്ചപ്പും കൂടി ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലിടാനായിട്ട് ഞാനൊരു ഒണിയൻ്റെ സാലാഡ് പോലെയാണ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു ഒണിയൻ ചെറുതായി കനം കുറഞ്ഞെടുത്തിട്ട് ഒരു 1/2 ലെമൺ ജ്യൂസും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് എക്സസ് വാട്ടർ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് കളയാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തക്കാളിയിലോട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ബട്ടർ പേപ്പറിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ കെച്ചപ്പും മയോനൈസും കൂടെ ചേർന്ന മിക്സ് പുരട്ടി കൊടുക്കണം. പിന്നെ നമ്മൾ വെച്ചേക്കുന്ന പനീറും വെജിറ്റബിളും കൂടെ ചേർന്നുള്ള മിക്സ് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസും കുറച്ച് റെഡ് ചില്ലി സോസും മയോനൈസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓണിയനും ടൊമാറ്റോയും കൂടെ ചേർന്ന് സലാഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ള ചാറ്റ് മസാല ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് റോൾ ചെയ്യണം. ഇത് നമ്മൾ ഷവർമയൊക്കെ റോൾ ചെയ്യുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പനീർ റോള്. എല്ലാ ഫ്ലേവേഴ്സും കൂടി ചേർന്ന് നല്ലൊരു ഫ്യൂഷനാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.